ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചക്ക ബജിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കയുടെ ചുളയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനതിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പോളം കടലമാവ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്, അതിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചുള എടുത്തിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കാം. ഇത് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്കിതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ബജിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ചട്നി കൂടി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞ് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് കൂടി ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. വിനിഗർ ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് വിനിഗർ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഈ അടപ്പിന് 2 അടപ്പ് മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെയുണ്ട് നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.